വാങ്ങിക്കൊണ്ട് തന്നത് വൈറലാവാ. ഹലോ, ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ നമുക്കങ്ങ് ബ്രേക്ക്ഫാസ്റ്റിലൂടെ അങ്ങ് തുടങ്ങാം. ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് പൊങ്കലാണ് കേട്ടോ. അപ്പോൾ ഞാനെപ്പോഴും ഒരു ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് പച്ചരിയും ഒരു ഗ്ലാസ് നമ്മുടെ പരിപ്പും കൂടാണ് എടുക്കുന്നത്. ഈ മൂങ് ദാൽ ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഈ പരിപ്പ് കറിയൊക്കെ വെക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടങ്ങ് കഴുകണം. 2-3 പ്രാവശ്യം വൃത്തിയായിട്ട് കഴുകണം കേട്ടോ. ചിലരന്ന് റോസ്റ്റ് ചെയ്തിട്ടും കഴുകാറുണ്ട്, ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഇനി ഇതിലേക്ക് 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ജീരകം, ഇതിപ്പോൾ ഞാൻ കുരുമുളകിനും കൂടെ ഒന്ന് ചതച്ചിടുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് ഇതിന് വേവിക്കാൻ വെക്കാം. ചിലരാണെങ്കിൽ ഇഞ്ചി ഗ്രേറ്റ് ചെയ്തതും പച്ചമുളകും എല്ലാം കൂടെ ഇപ്പോഴേ ഇടാറുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യാറില്ല, അത് താളിക്കുന്ന സമയത്താണ് അതിടുന്നത്. അപ്പം പൊങ്കലിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ വേണ്ടി ചമ്മന്തിയാണ് ഉണ്ടാക്കിയത് കേട്ടോ. നമ്മുടെ തേങ്ങാ ചമ്മന്തി, പൊട്ടുകടലയൊക്കെ ഇട്ട് അരച്ചിട്ടുള്ളൊരു ചമ്മന്തിയാണ്. ഒരു 4-5 വിസിൽ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേനും നന്നായിട്ട് പൊങ്കൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാം. ഞാൻ ബട്ടറിലാണ് ഇപ്പോൾ താളിച്ചൊഴിക്കുന്നത് കേട്ടോ. നെയ്യ് ഉണ്ടെങ്കിൽ അത് മതി. ഞാൻ അതിലേക്ക് ജീരകം, പിന്നെ അതുപോലെ തന്നെ കുരുമുളക്, വറ്റൽമുളക്, പിന്നെ ഇഞ്ചി ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തത്, പച്ചമുളക്, കറിവേപ്പില, ഇതെല്ലാം കൂടെ താളിക്കൊഴിക്കും. പിന്നെ കുറച്ച് കായപ്പൊടി. നമുക്ക് വേണമെങ്കിൽ കാഷ്യൂനട്ടും മുന്തിരിങ്ങയും ഒക്കെ വറുത്തിടാം കേട്ടോ. ഇവിടെ ആരും കാഷ്യൂനട്ടൊന്നും ഇതിലിട്ടാൽ കഴിക്കില്ല, അതുകൊണ്ട് പിന്നെ ഞാൻ അതൊന്നും വറുത്തിട്ടിട്ടില്ല. ഇനിയിപ്പോൾ എന്താണ്, നല്ല ചൂടോടുകൂടി ഈ പൊങ്കൽ അങ്ങോട്ട് വിളമ്പാം. ഇത് ഇരിക്കും തോറും കുറുകും കേട്ടോ. പക്ഷെ ചൂടോടാകുമ്പോൾ കുറച്ചൊന്ന് ലൂസായിട്ടിരിക്കും. ചട്നിയും കൂടെ വെച്ച് കഴിക്കാം കേട്ടോ. അങ്ങനെ ഇവിടെ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏട്ടൻ്റെ വശിക്കുട്ടിയുടെ ഒക്കെ ഫേവറേറ്റാണ്. ഇതിലിവിടെ ഒരാൾ മാത്രമേ ഉള്ളൂ കഴിക്കാത്ത. വിവാൻകുട്ടി തൊട്ട് അവിടെ കഴിക്കാതിരിപ്പുണ്ട്. പക്ഷെ പിന്നെ ഞാൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പിന്നെ വിവാൻകുട്ടിയും കൂടെ വന്ന് എൻ്റെ കൂടെ കഴിച്ചു കേട്ടോ. അല്ലാതെ ഞാനങ്ങനെ വിടാറൊന്നുമില്ല. ഞാൻ വീട്ടിൽ രാവിലെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണോ അതെല്ലാവരും കഴിച്ചോണം. അല്ലാതെ ഓരോരുത്തർക്ക് വേണ്ടി നമുക്ക് ഓരോന്ന് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ ഏട്ടനും കൂടെ നേരെ പച്ചക്കറി വാങ്ങാൻ വേണ്ടിയാണ് പോണത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക്. അപ്പോൾ ഇവിടെ കുറേ ഇന്ത്യൻ സ്നാക്സ് ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതിൽ നമ്മൾ മുറുക്ക്, തട്ട്, ഇതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ ഹാഫ് ഡേയിൽ കിട്ടാത്ത വെജിറ്റബിൾസൊക്കെ ഞാൻ കുറേശ്ശെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരാഴ്ചത്തേക്കുള്ളത് മാത്രമേ ഞാൻ വാങ്ങാറുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ വാങ്ങിച്ചു കൊണ്ടിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് ചീത്തയാവുകയും ചെയ്യും. അങ്ങനെ ഞങ്ങൾ പോയിട്ട് ഇന്ത്യൻ ഇതുണ്ട് സൂപ്പർ മാർക്കറ്റ്, അതിൽ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങി വന്ന് പെട്രോൾ അടിക്കണമായിരുന്നു. അങ്ങനെ ഏട്ടൻ പെട്രോൾ അടിച്ചിട്ട് ഇത് കൊടുക്കാൻ പോയി പൈസ. അവിടെ പെട്രോൾ പമ്പിൽ പിന്നെ ആരും കാണത്തൊന്നുമില്ലല്ലോ, നമ്മൾ തന്നെ അടിക്കുക. നമ്മളകത്ത് കൊണ്ട് അവിടെ പൈസ കൊടുക്കണം. ഇന്ന് കുറച്ച് നല്ല ക്ലൈമറ്റാണ്, അറ്റ്ലീസ്റ്റ് വെയിലൊക്കെ അടിക്കുന്നുണ്ട്. അപ്പം കുറേ ദിവസമായി നമ്മുടെ ഇന്ത്യൻ വെജിറ്റബിൾസൊക്കെ കിട്ടിയിട്ട്, നമ്മുടെ കോവയ്ക്ക, പാവയ്ക്ക, വെണ്ടയ്ക്കൊക്കെ കിട്ടിയിട്ട്. അപ്പം ഏട്ടൻ ഇവിടെ ഇല്ലായിരുന്നല്ലോ. അപ്പം ഇപ്പോൾ ഏട്ടൻ വന്നപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് പോയി കുറച്ച് സാധനമൊക്കെ മേടിക്കാമെന്ന്. അങ്ങനെ എല്ലാം വാങ്ങിച്ചു. ഇനിയിപ്പോൾ നേരെ ആസ്റ്റയിലോട്ട് പോകണം. അവിടെ നിന്നും കുറേ സാധനമൊക്കെ മേടിക്കാറുണ്ട്. കുറേ ദിവസം നമ്മുടെ നാടൻ ഇതൊക്കെ കഴിക്കാതിരിക്കുമ്പോൾ എന്തോ ഒരു വിഷമമാണ്. പമ്പിൽ നിന്ന് വാങ്ങിക്കൊണ്ട് തന്നു ചോക്ലേറ്റ്. ഞങ്ങൾ ആ പെട്രോൾ പമ്പിൽ നിന്ന് അടുത്ത പെട്രോൾ പമ്പിൽ വന്ന് അവിടെ നമുക്ക് എയർ ചെക്ക് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ടയറിൻ്റെ. അപ്പോൾ ഇവിടെ നമുക്ക് എയർ ചെക്ക് ചെയ്യാം, വാക്വം ചെയ്യാം. അവിടെ ആ മെഷീനുണ്ട്, പക്ഷേ എന്തോ അത് കംപ്ലൈൻ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അടുത്ത് ഇവിടോട്ട് വന്നു. ഇവിടെ പിന്നെ എല്ലാം നമ്മൾ തന്നെ ചെയ്യേണ്ടത് കൊണ്ട് നമ്മൾ ഓരോ പ്രാവശ്യം ഇറങ്ങിയാൽ എല്ലാം ചെയ്യുക, എല്ലാമേ. അതുകൊണ്ട് എല്ലാവരും ഇൻഡിപെൻഡൻ്റാണ്, ആരെയും ആശ്രയിക്കത്തൊന്നുമില്ല. ഉണ്ട് നമ്മൾ ഏട്ടൻ മേടിച്ചുകൊണ്ട് തന്ന ചോക്ലേറ്റ് ആണോ. ഇതിനകം പൊള്ളയാണ്, കാണുമ്പോൾ ഭയങ്കര ലുക്കാണ്. ഒരു എന്തുവാ ഇത്, ലിൻഡ് ചോക്ലേറ്റാണ് കേട്ടോ ഇത്. എന്താ പക്ഷെ അതിനകത്തൊന്നുമില്ല. കണ്ട ഷേപ്പ് കണ്ട, നോക്കാം, വെറും പൊള്ള. ഇത് നമ്മുടെ അവന്യൂനൊക്കെ തൊട്ട് ഓപ്പോസിറ്റിൽ തന്നെയുള്ള പെട്രോൾ പമ്പാണ്. ഡയറക്റ്റ് ഇവിടോട്ട് വന്നാൽ മതിയായിരുന്നു, വെറുതെ നമ്മൾ അവിടെ കയറി ഇവിടെ വന്ന് പെട്രോൾ അടിച്ച് ഇതുപോലെ കാറ്റൊക്കെ ചെക്ക് ചെയ്താൽ മതിയായിരുന്നു. കാറ് വാക്വം കൂടെ ചെയ്യണമെന്ന് ഏട്ടൻ പറയുന്നുണ്ടായിരുന്നു. പറ്റുവാണെങ്കിൽ അതും കൂടെ ചെയ്തിട്ട് വേണം പോവാൻ. വാക്വം ചെയ്യണമെങ്കിൽ കോയിൻ വേണം, അല്ലാതെ ചെയ്യാൻ പറ്റില്ല. ക്യാൻസൽ, കോയിൻ കയ്യിലില്ല. അങ്ങനെ നമ്മൾ നേരെ ആഫ്ഡേയിലെത്തി. ആഫ്ഡേയിൽ ഇനി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. എല്ലാ ആഴ്ചയിലും മേടിക്കുന്ന അതേ സാധനങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഞാൻ വെറുതെ ഈ പാത്രത്തിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ നടക്കും കേട്ടോ. ഒരു മനസ്സുഖം, എന്തെങ്കിലുമൊക്കെ ഓഫർ ചിലപ്പം കാണും.
അങ്ങനെ അവിടുത്തെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നേരെ വന്ന് ഞാനിവിടെ ഇരിപ്പായി. ഏട്ടൻ നേരെ M&Sലോട്ട് പോയി. അപ്പോൾ ഇന്ന് പോർക്ക് കഴിക്കണമെന്നൊരാഗ്രഹം പുള്ളിക്കാരന് തോന്നി. അപ്പോൾ പിന്നെ അത് വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്. ഏട്ടാ അത് വാങ്ങിക്കൊണ്ട് വന്നതിന് ശേഷം കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്നു. കുറച്ച് നേരം ഇങ്ങനെ റിലാക്സ് ആയിട്ട് ഇരിക്കുമ്പോൾ ഒരു വല്ലാത്ത സുഖമാണ്. ക്രോക്കഡൈൽ ബർഗർ വേണോ? ക്രോക്കഡൈൽ ബർഗർ വേണോ? വൈറലാവാ ക്രോക്കഡൈൽ ബർഗർ കഴിച്ച്. കട നോക്ക്, ഇതിന്റെ പൂക്കളൊക്കെ വെച്ച് സുന്ദരമായിട്ട് വെച്ചിരിക്കണം. എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണല്ലേ, കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷെ അവിടെ ഞാൻ വീട്ടിൽ വന്നപ്പോൾ വശക്കുട്ടി വീടെല്ലാം നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗുഡ് ഗേൾ, താങ്ക് യു. മേളിലും ക്ലീൻ ചെയ്താ? മേളിലും പോയി നോക്കട്ടെ, എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നീറ്റ് ആൻഡ് ക്ലീൻ. വാവ്, സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ. മിടുക്കി, എല്ലാം നീറ്റ്. ഗുഡ് ഗേൾ. ഇവർക്ക് കൊള്ളാമോ? എന്തോ തട്ടാ, സൂപ്പറാ. വിവാൻകുട്ടി ഇരുന്ന് വരച്ചതാണ് ഞങ്ങൾ പോയ സമയത്ത്. കൊള്ളാടാ. എന്തുവാടാ എൻ്റെ തീം? എന്തുവാ? സ്പീഷ്യസിൻ്റെ. ഓ, മിക്സ് ചെയ്ത് വരച്ചാണോ? അടിപൊളി. ഞാൻ ചോറൊന്നും വെക്കാതാണ് പോയത് കേട്ടോ. അപ്പോൾ ഉച്ചക്കത്തേക്ക് ഇന്ന് പൊറോട്ട മതിയെന്നായി. നമ്മളവിടെ സുരേഷൻ സണ്ണിയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ, ഇന്ത്യ സൂപ്പർ മാർക്കറ്റിലെ. അവിടെ നിന്ന് നമ്മൾ ഫ്രോസൺ പൊറോട്ട വാങ്ങി. അപ്പോൾ ഏട്ടൻ നാട്ടിലിരുന്നപ്പോൾ പൊറോട്ട കഴിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞങ്ങൾ അപ്പോഴേ വിചാരിച്ച് ഒരു ദിവസം മേടിക്കണം, അത് കുറേ നാളായി കഴിച്ചിട്ട്. അങ്ങനെ നമ്മൾ പൊറോട്ടയൊക്കെ വാങ്ങിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഇന്നലെ കുറച്ച് ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പൊറോട്ടയും ചിക്കൻ കറിയും കൂടെ കഴിക്കാനാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഏട്ടൻ ഉടനെ തന്നെ പോർക്ക് റെഡിയാക്കി തരണമെന്നായി. അങ്ങനെ പിന്നെ ഞാൻ പോർക്കിനുള്ള ഐറ്റംസൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഷെഫ് ദാമു. ആരെങ്കിലും കണ്ടാൽ വിചാരിക്കും ചേട്ടൻ തന്നെ എല്ലാം കുക്ക് ചെയ്തത്. നമ്മൾ തന്നെ കുക്ക് ചെയ്യുന്നതിനെക്കാട്ടി ആരെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ കഥയൊക്കെ പറഞ്ഞ് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൗണ്ടറൊക്കെ അടിച്ച് കുക്കിംഗ് ചെയ്യുമ്പോൾ നല്ല രസമാണ്. വെളിയിൽ നിന്ന് നല്ല വെയിലടിക്കുന്നുണ്ട്. ഞാൻ നോക്കിയപ്പോൾ വിവാൻകുട്ടി വെളിയിൽ പോയി നിന്ന് ബബിളൊക്കെ ഊതി കളിച്ചുകൊണ്ട് നിൽക്കുന്നു. കുറേ നാളിന് ശേഷമാണ് ബാക്ക് യാർഡിലോട്ട് ഇറങ്ങുന്നത്. IT ജോലി ഇല്ലെങ്കിലും പൊറോട്ട മാസ്റ്ററായിട്ട് ജോലി ചെയ്യാം. നീ ചെയ്യടാ. ഇനിയിപ്പോൾ നേരെ ഫുഡ് കഴിക്കുക തന്നെ. അതൊക്കെ കഴിച്ചതിന് ശേഷം ഇന്ന് നീ ഒരു സിനിമ കാണണം. വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. കുഞ്ചാക്ക ബോബൻ കണ്ട ഈ ജനറേഷനെ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്നെന്ന്. അതാണ് അതാണ് അവന്റെ ക്വസ്റ്റ്യൻ. എല്ലാ സിനിമ ആരും പറയാത്ത കഥയല്ലേ അത്. കുറേ നേരത്തെ തെരച്ചിലിനൊടുവിൽ നമ്മൾ ആ സിനിമ തന്നെ കാണാൻ തീരുമാനിച്ചു കേട്ടോ. പഴയ പടമാണ്, പക്ഷെ എങ്ങനെ അത് മിസ്സായെന്നറിയത്തില്ല, നമ്മളത് കണ്ടിട്ടില്ലായിരുന്നു. നല്ലൊരു മൂവിയായിരുന്നു കേട്ടോ. അപ്പം കുഞ്ചാക്ക ബോബൻ്റെ മുഖം കണ്ടാണ് വശക്കുട്ടി പറഞ്ഞു ഈ പടം കണ്ടാൽ മതി, നല്ലതായിരിക്കുമെന്ന്. അതിനെ ഞങ്ങൾ കളിയാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഉള്ള ജനറേഷന് വരെ കുഞ്ചാക്ക ബോബന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ മൂവിയൊക്കെ കണ്ടതിന് ശേഷം എന്തുകൊണ്ട് ഇവിടെ അച്ഛനും മോനും കൂടി ഇരുന്ന് ഏതോ ഒരു ഗെയിം കളിക്കുകയാണ്. വിവാൻകുട്ടി തന്നെ എന്തോ ഉണ്ടാക്കിയ ഒരു ഗെയിമാണ്. If there is a piece next to you that is not on your team, you have to, no matter what, on your next turn, if there is a piece still next to you, you have to capture it. If ചെസ് ബോർഡ് ചെസ് കോയിൻ ഇല്ലാതെ എന്തോ പേപ്പറൊക്കെ വെച്ച് പഴയ കാലത്തെ എന്തോ ഒരു കളിയാണ് പോലും. അപ്പോൾ അവരവിടെ ഇരുന്ന് കളിക്കട്ടെ, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. അപ്പോഴാണ് ഓർമ്മ വന്നത് നെല്ലിക്ക വാങ്ങിയിരുന്നു കേട്ടോ. അപ്പം അത് ഞാൻ എന്താണ് നമ്മുടെ തേൻ നെല്ലിക്ക ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായിട്ട് ഇങ്ങനെ തേൻ നെല്ലിക്ക കഴിക്കണമെന്നൊരാഗ്രഹം. സാധാരണ എല്ലാവരും ഈ പഞ്ചസാര പാനിയിലൊക്കെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഈ തേൻ നെല്ലിക്ക എന്ന് പറഞ്ഞ സംഭവം തേനൊന്നും കാണൂല. അപ്പം ഞാൻ വിചാരിച്ച് ഫ്രഷായിട്ട് തന്നെ നെല്ലിക്ക കട്ട് ചെയ്തിട്ട് അതിലേക്ക് തേൻ തന്നെ ഒഴിച്ചു വെക്കാമെന്ന്. ഞാൻ കുറച്ച് നെല്ലിക്ക ഉള്ളതുകൊണ്ടാണ് കട്ട് ചെയ്തത്. അല്ലെങ്കിൽ നമുക്ക് മുഴുവനെ ഇട്ടിട്ട് തേൻ ഒഴിച്ച് വെച്ചാൽ മതി. ഇതൊരു 2 ആഴ്ച 3 ആഴ്ചയോളം വെക്കണം കേട്ടോ. അപ്പോഴാണ് ആ നെല്ലിക്കയിലുള്ള വെള്ളവും തേനും എല്ലാം കൂടെ മിക്സായിട്ട് ഒരു അരിഷ്ടം പോലെ കിട്ടും. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ.